പത്തനംതിട്ടയിൽ തീർത്ഥാടന ടൂറിസം, ശബരിമല റെയിൽപാത എന്നിവ പ്രചാരണ വിഷയമാക്കി LDF സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്. പത്തനംതിട്ടയിലെ ടൂറിസത്തിന്റെ കേന്ദ്രമായി ശബരിമല തീർത്ഥാടനത്തെ മാറ്റുമെന്നാണ് വാഗ്ദാനം. MP ആയാൽ ശബരിമലയിൽ റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ പാർലമെന്റിനകത്തും പുറത്തും ഇടപെടൽ നടത്തുമെന്നും തോമസ് ഐസക് പറഞ്ഞു. ശബരിമല വികസനത്തിനായി കേന്ദ്ര സർക്കാർ പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്നും ഫണ്ട് ലാപ്സായി എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. MP ആയാൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ശബരിമല വികസനം സംബന്ധിച്ച് കൃത്യമായ പ്ലാൻ സമർപ്പിക്കും. ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഇല്ലാത്ത ടൂറിസം സാധ്യത കൂടി വിനിയോഗിച്ചാൽ പത്തനംതിട്ടയുടെ മുഖച്ഛായ തന്നെ മാറുമെന്നും ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. ഇത്തരത്തിൽ പമ്പ ആക്ഷൻ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീർത്ഥാടന ടൂറിസത്തിന്റെ വലിയ സാധ്യതയുണ്ട്. ശബരിമലയിൽ വരുന്ന തീർത്ഥാടകര് ഒന്നോ രണ്ടോ ദിവസം കൂടി പത്തനംതിട്ടയിലെ തീർത്ഥാടന കേന്ദ്രത്തിലല്ല, അനുബന്ധ കേന്ദ്രങ്ങളിൽ പമ്പാതീരത്ത് തന്നെ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ ചെലവഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ടൂറിസം പൊട്ടൻഷ്യല്, വ്യാപാരം ഒക്കെ ഗണ്യമായിട്ട് ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ടൂറിസം പിൽഗ്രിമേജ് സർക്യൂട്ട് ശബരിമലക്ക് അനുബന്ധമായിട്ട് വേണം എന്നുള്ളത് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശബരി റെയിൽപാത വിഷയവും തോമസ് ഐസക് പ്രചരണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ശബരി റെയിൽപാത തിരുവനന്തപുരത്തേക്ക് നീട്ടാൻ സാധ്യത ആരായുമെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ശബരി റെയിൽപാത ഇപ്പോഴുള്ള അലൈൻമെന്റ് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് മലയോരത്തോടി നീട്ടുന്നതിനുള്ള സാധ്യതകൾ ആരായും. രണ്ട്, ഇവിടെ തന്നെ ഒരു അച്ഛൻ ഒരു തീരത്തു കൂടിയുള്ള കാര്യം പറഞ്ഞു, അപ്പൊ അതും പരിശോധിക്കും. പക്ഷെ ഇന്ന് നിലവിലുള്ള അലൈൻമെന്റ് അത് മാറ്റി വേറെ കൊണ്ടുപോകുന്ന ഏർപ്പാടില്ല, സമയം പോകും. ശബരിമല വിമാനത്താവള പദ്ധതിയും LDF സജീവമായി പ്രചരണത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു എയർപോർട്ട് വന്നാൽ IT പാർക്ക് ഉൾപ്പെടെ പദ്ധതികൾക്ക് പത്തനംതിട്ടയിൽ സാധ്യതയുണ്ടെന്നും ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.